ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഡിയർ ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷൻ, ആകർഷക നിയമം, ഒരുപാട് തവണ നാം കേട്ട് പരിചയിച്ച ഒരു പദമാണിത്. എന്താണിതിൻ്റെ ഹഖീഖത്ത്, യാഥാർത്ഥ്യം? ദീനുൽ ഇസ്ലാം, വിശുദ്ധ ഖുർആൻ ഷരീഫ് ലോ ഓഫ് അട്രാക്ഷനെ സംബന്ധിച്ച് എന്തു പറയുന്നു? ഇതിൽ വിശ്വസിക്കൽ ഷിർക്കിന്റെ പരിധിയിൽപ്പെടുമോ? ഒരുപാട് പേർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്നത്തെ വീഡിയോയിൽ നാം ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ചാണ്. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്നുണർത്തിക്കൊണ്ട് ഏവരെയും ഒരിക്കൽ കൂടി ചാനലിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വൺസ് അഗെയിൻ വെൽക്കം ടു റംലെ മദീന. ഫ്രണ്ട്സ്, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഹഖീഖത്ത്, യാഥാർത്ഥ്യമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇസ്ലാമിക്കലി എന്താണ് ഇതിൻ്റെ വിശദീകരണം? ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്തെന്നാൽ, ഇന്ന് ലോകത്ത് ലോ ഓഫ് അട്രാക്ഷനെ പരിചയപ്പെടുത്തുന്നത് 90% മെറ്റീരിയലിസം ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ ദ കറക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ഗിവൻ ഇൻ ഇസ്ലാം, വിച്ച് ഈസ് റൂട്ടഡ് ഇൻ കണക്ഷൻ വിത്ത് അള്ളാഹ് ആൻഡ് ഡിസൈർലെസ്നെസ്. യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ സ്പിരിച്വാലിറ്റി. ഇത് നമ്മുടെ റൂഹാനിയത്തുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷന്റെ മേൽ യഖീൻ, വിശ്വാസം വയ്ക്കൽ ഷിർക്കാകുമോ ഇല്ലയോ എന്നതാണ് മറ്റൊരു ചോദ്യം. ആദ്യമായി നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്തെന്നാൽ, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ഒരു പ്രാപഞ്ചിക നിയമമാണ്. അതിനെ പടച്ചതാകട്ടെ ഈ സർവ ചരാചരങ്ങളെയും സൃഷ്ടിച്ച റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തആല തന്നെയാണ്. പടച്ചവൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവനും ഖാലിക്കായതുകൊണ്ട് തന്നെ പ്രാപഞ്ചികമായ പല നിയമങ്ങളും പടച്ചവൻ ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും ഒരുപോലെ പടച്ചിട്ടുണ്ട്. ഉദാഹരണം, അറബിയിൽ ചൊല്ലുന്ന ഒരു കോട്ടാണ് മൻ ജദ്ദ വജദ. ആരൊരുവൻ പരിശ്രമിക്കുന്നുവോ അവൻ വിജയിക്കുക തന്നെ ചെയ്യും. ഇതൊരു പ്രാപഞ്ചിക നിയമമാണ്. ഇത് വിശ്വാസികൾക്ക് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന് പറയാൻ സാധ്യമല്ല. കാരണം പടച്ചവന്റെ പ്രധാനപ്പെട്ട ഒരു സിഫത്താണ് റഹ്മാൻ, അഥവാ ഈ ദുനിയാവിൽ വിശ്വസിച്ചവർക്കും അവിശ്വസിച്ചവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നവൻ. ലോ ഓഫ് അട്രാക്ഷൻ എന്നത് ഒരു യൂണിവേഴ്സൽ ലോ ആയതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ വസിക്കുന്നവർ, അത് അള്ളാഹുവിനെ വഴിപ്പെട്ടവരാകട്ടെ വഴിപ്പെടാത്തവരാകട്ടെ, ആർക്കും അവനത് വർക്കാക്കി നൽകിയേക്കാം. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് മെറ്റാഫിസിസ്റ്റുകൾ വാദിക്കുന്നത് പോലെ അതൊരു യൂണിവേഴ്സൽ ഫോഴ്സ് അല്ല. അതിന് സ്വന്തമായി ഒന്നും നൽകാനോ തടുക്കാനോ കഴിയില്ല. ഇത് മുഴുവനും പടച്ചവന്റെ തീരുമാനങ്ങൾക്ക് വിധേയമാണ്. യഫ്അലു മാ യശാ. സോ ഷിർക്ക് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരാൾ പറയുന്നു എനിക്ക് സൗഭാഗ്യം മുഴുവനും ലഭിച്ചത് ലോ ഓഫ് അട്രാക്ഷൻ മുഖേനയാണ്, അഥവാ ഈ പ്രപഞ്ചം എന്നിലേക്ക് അത് കൊണ്ടുവന്ന് നൽകിയതാണ് എന്ന് പറയുമ്പോഴാണ്. എന്നാൽ ഒരു മുഅ്മിനായ സത്യവിശ്വാസിയായ മനുഷ്യൻ പറയുന്നത് എന്തെന്നാൽ, പടച്ചവൻ ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച ഒരു പ്രാപഞ്ചിക നിയമമായ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുകയും അത് കാരണമായി ഞാൻ അള്ളാഹുവിനെ പറ്റി നല്ല ഭാവന പുലർത്തുകയും അതിലൂടെ ഖാലിക്കായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ എനിക്ക് ഈ സൗഭാഗ്യങ്ങളൊക്കെ നൽകിയതാണ് എന്നാണ്. എന്നാൽ ഇന്ന് യൂറോപ്യന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രചാരത്തിലുള്ള ലോ ഓഫ് അട്രാക്ഷൻ വീഡിയോകളിൽ പറയപ്പെടുന്ന പോലുള്ള വാട്ടർ ടെക്നിക്, ക്രിസ്റ്റൽ ടെക്നിക്, അതുപോലെ സ്റ്റോൺ ടെക്നിക് തുടങ്ങിയവയ്ക്കൊന്നും യാതൊരു അടിത്തറയോ അടിസ്ഥാനമോ ഇല്ല. അത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്നത് ശരിയുമല്ല. കാരണം ദീനുൽ ഇസ്ലാമിൽ ഈ വക കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് ആസ് വി സെഡ് അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. അതിലൂടെ മനുഷ്യന്റെ ചിന്തകളിലും വാക്കുകളിലും പടച്ചവൻ എത്രത്തോളം തോക്കത്ത് പവർ വെച്ചിരിക്കുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ഉയർന്ന ശക്തമായ ചിന്തകളിലൂടെയും വാക്കുകളിലൂടെയും സ്വന്തം ജീവിതത്തിൽ എത്രത്തോളം പരിവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ കൂടി അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. സ്വന്തമായി മാറ്റം ആഗ്രഹിക്കാത്ത ജനതയെ അല്ലാഹു തആല മാറ്റുകയില്ല.
ആയതുകൊണ്ട് തന്നെ നാം മാറുവാനും നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്തുവാനും നാം തയ്യാറാകുമ്പോഴാണ് അള്ളാഹുവിൻ്റെ സഹായം പൂർണ്ണമായും നമുക്ക് ലഭ്യമാകുന്നത്. ചുരുക്കത്തിൽ ഇതൊരിക്കലും ഷിർക്കാകുന്നതേയില്ല. ഫ്രണ്ട്സ്, ലോ ഓഫ് അട്രാക്ഷൻ നമ്മോട് പറയുന്നത് ഏതെങ്കിലും മന്ത്രോച്ചാരണമോ മറ്റോ നടത്തി കാര്യങ്ങൾ നേടാനല്ല, മറിച്ച് ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്സ് ആൻഡ് അഫർമേഷൻ എന്നത് പടച്ചവനെ പറ്റി നിങ്ങളിലുള്ള ഭാവനയെ പോസിറ്റീവ് ആക്കുകയാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യൻ എപ്പോഴും നെഗറ്റീവായിട്ടാണ് ചിന്തിക്കാനുള്ള സാധ്യത കൂടുതൽ. ഡിയർ ഫ്രണ്ട്സ്, പടച്ചവൻ മനുഷ്യർക്ക് രണ്ട് രീതിയിലുള്ള തഖ്ദീർ വെച്ചിട്ടുണ്ട്. ഒന്ന്, പടച്ചവൻ ഓരോ മനുഷ്യർക്കും നിർണയിച്ചിട്ടുള്ള നിർണിതമായ കാര്യങ്ങൾ. അത് പ്രത്യക്ഷമായും പരോക്ഷമായും അള്ളാഹുവിൻ്റെ പിടിയിലുള്ള കാര്യമാണ്. മറ്റൊന്ന്, പടച്ചവൻ മനുഷ്യന് നൽകിയ വിൽ പവറിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള തഖ്ദീർ അഥവാ തഖ്ദീർ ഇഖ്തിയാരിയെ. ഇത് പ്രത്യക്ഷത്തിൽ മനുഷ്യരുടെ ഇടപെടലുകളിലൂടെ സംഭവിക്കുന്നതാക്കിയാണ് അള്ളാഹു തആല സംവിധാനിച്ചിരിക്കുന്നത്. എന്നാൽ പരോക്ഷമായി ഇതിൻ്റെയും കൺട്രോൾ പൂർണ്ണമായും ഖാലിഖായ അള്ളാഹുവിൻ്റെ കയ്യിൽ തന്നെയാണ്. എന്നാൽ ഇവിടെ മനുഷ്യന് തൻ്റെ ബുദ്ധിയും അറിവും കഴിവുകളും സാമർഥ്യവും കൊണ്ട് മുന്നേറാനുള്ള വിൽ പവറും ചോയ്സും പടച്ചവൻ അവന് നൽകിയിരിക്കുന്നതായി കാണാം. എന്നതുകൊണ്ട് ഒരിക്കലും ഇത് അള്ളാഹുവിൻ്റെ തഖ്ദീറിനെ തൊട്ട് പുറത്തു പോകുന്നതുമില്ല. ഫ്രണ്ട്സ്, വില്യം വാക്കർ അറ്റ്കിൻസൺ എന്ന ഒരു അമേരിക്കൻ എഴുത്തുകാരൻ 1907 തൻ്റെ ഒരു രചന പുറത്തിറക്കുകയുണ്ടായി. തോട്ട് വൈബ്രേഷൻ ഓർ ദ ലോ ഓഫ് അട്രാക്ഷൻ ഇൻ ദ തോട്ട് വേൾഡ്. അതിൽ അദ്ദേഹം ആദ്യമായിട്ട് എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് സമർത്ഥിക്കുകയും എങ്ങനെയാണത് വർക്കാകുന്നതെന്നും പരിചയപ്പെടുത്തുകയുണ്ടായി. മനുഷ്യർക്ക് തങ്ങളുടെ തന്നെ ചിന്തകൾ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്നുള്ളത് 1907 കണ്ടെത്തിയ ഒരു പുതിയ കാര്യമൊന്നുമല്ല. കാരണം ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്യുന്ന അടിസ്ഥാനപരമായ 5 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അവയെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ വിവരിച്ചിരിക്കുന്നത് കാണാം. ദ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ. ലോ ഓഫ് അട്രാക്ഷൻ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്തെന്നാൽ, നിങ്ങൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് ഏതൊരു ലക്ഷ്യത്തെക്കുറിച്ച് നിരന്തരമായി ചിന്തിച്ചുകൊണ്ടിരിക്കുകയും അതിനെക്കുറിച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റ് വയ്ക്കുകയും ചെയ്യുന്നുവോ അത് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. എന്നാൽ ലോ ഓഫ് അട്രാക്ഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ഇസ്ലാമിക് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിക്കാണുകയാണെങ്കിൽ സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാൽ ഖാല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലുല്ലാഹു തആല അന ഇൻദ ളന്നി അബ്ദി ബി. The Prophet sallallahu alaihi wasallam said, Allah says, I am just as my servant thinks I am. എന്നെക്കുറിച്ച് എൻ്റെ ദാസൻ ഏതൊരു ഭാവനയാണോ വയ്ക്കുന്നത് ഞാൻ അവനോട് അപ്രകാരമായിരിക്കും പെരുമാറുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പടച്ചവനെ പറ്റി നല്ല ചിന്ത, നല്ല ഭാവന വെക്കാൻ പ്രേരണ നൽകുന്ന ഒരുപാട് നബവി വചനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ചുരുക്കത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രിൻസിപ്പിൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ദുആയിൽ നിങ്ങൾ പടച്ചവനോട് തേടുന്ന കാര്യത്തിലും 100% യഖീൻ അഥവാ വിശ്വാസം വെക്കുക എന്നുള്ളതാണ്. ഏതൊരു കാര്യമാണോ ഞാൻ പടച്ചവനോട് തേടിക്കൊണ്ടിരിക്കുന്നത് അല്ലാഹു തആല എനിക്കത് നൽകുകയും അതിൻ്റെ മുഴുവൻ തർത്തീബും ക്രമീകരണവും അവൻ തന്നെ ഒരുക്കുകയും എന്നുള്ള ശരിയായ പോസിറ്റീവായ വിശ്വാസം വെക്കുക എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, നാം എത്ര തന്നെ പരിശ്രമിച്ചാലും എത്ര തന്നെ എഫർട്ട് ഇട്ടാലും നമ്മുടെ ജേണിയിൽ ടേണിംഗ് പോയിന്റുകൾ സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അല്ലാഹു തആലയ്ക്ക് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ പരിശ്രമങ്ങൾ എപ്പോഴും ഒരു വഴിത്തിരിവുകൾ ഉണ്ടാക്കി തന്നാൽ മാത്രമേ അത് അതിൻ്റെ ശരിയായ പോയിന്റിലേക്ക്, വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അതുതന്നെയാണ് വിശുദ്ധ ഖുർആനും പ്രവാചക അധ്യാപനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നതും. വിശുദ്ധ ഖുർആൻ സൂറത്തു ത്വലാഖിൽ പറയുന്നു, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു ഇന്നല്ലാഹ ബാലിഗു അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. വല്ലവനും അല്ലാഹുവിൽ ബരമേൽപ്പിക്കുന്ന പക്ഷം അവന് അല്ലാഹു തന്നെ മതിയാകുന്നതാണ്. തീർച്ചയായും അല്ലാഹു തൻ്റെ കാര്യം പ്രാപിക്കുന്നവനാകുന്നു. ഓരോ കാര്യത്തിനും അല്ലാഹു ഒരു ക്രമം ഏർപ്പെടുത്തിയിട്ടുണ്ട്.
അതുകൊണ്ട് നാം പടച്ചവനോട് ദുആ ചെയ്യുന്ന നമ്മുടെ പരിശ്രമത്തിന് അർത്ഥം കാണാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റ് വെക്കുക. പടച്ചവൻ നമുക്കത് നൽകുമെന്നുള്ള ശരിയായ വിശ്വാസത്തോടു കൂടിയാണ് നാം ദുആ ചെയ്യേണ്ടതും. കാരണം പ്രാർത്ഥനയുടെ സ്വീകാര്യത എപ്പോഴും നിലനിൽക്കുന്നത് വിശ്വാസത്തെ ബേസ് ചെയ്തിട്ടാണ്. സോ ഫ്രണ്ട്സ്, നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന ഇഖ്തിയാർ അഥവാ നമ്മുടെ ബുദ്ധിയും കഴിവും പ്രാപ്തിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ 100% പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു തആലയോട് വിജയം തവക്കുലേൽപ്പിക്കുക. തീർച്ചയായും നമ്മുടെ ജേണിയിൽ അല്ലാഹു തആല ടേണിംഗ് പോയിന്റുകൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും. നമ്മുടെ പരിശ്രമങ്ങളെ അവൻ പാഴാക്കുകയില്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ ലാ യുളീഉ അജ്റൽ മുഹ്സിനീൻ. ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രവർത്തനങ്ങളെ അല്ലാഹു തആല ഒരിക്കലും പാഴാക്കുകയില്ല. ഫ്രണ്ട്സ്, സക്സസിന്റെ രണ്ടാമത്തെ സീക്രട്ട്, ദ സെക്കൻഡ് പ്രിൻസിപ്പിൾ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ഈസ് ഗ്രാറ്റിറ്റ്യൂഡ്. കൃതജ്ഞതയുള്ളവരായിരിക്കുക. നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുക. ഖുർആനിൽ പടച്ചവൻ ഇതിനെപ്പറ്റി വളരെ വ്യക്തമായി തന്നെ പരാമർശിച്ചിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, ലഇൻ ശകർത്തും ലഅസീദന്നകും. നിങ്ങൾക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളിൽ നിങ്ങൾ കൃതജ്ഞതയുള്ളവരാണെങ്കിൽ, നന്ദി രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും നാം അത് വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ടൈം, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനോടുള്ള ശുക്ർ അഥവാ നന്ദി എന്ന് പറയുന്നതിൻ്റെ ഭാഗമാണ് നാം അതിനെ പൂർണ്ണമായിട്ടും ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത്. അങ്ങനെ വിനിയോഗിക്കുകയാണെങ്കിൽ അള്ളാഹു തആല നമുക്ക് അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സക്സസുകൾ തീർച്ചയായും വർദ്ധിപ്പിച്ച് തരിക തന്നെ ചെയ്യും. The third principle of law of attraction is action. പരിശ്രമം അഥവാ നാം ആഗ്രഹിക്കുന്ന നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, വിജയങ്ങൾക്ക് വേണ്ടിയുള്ള ശക്തമായ പരിശ്രമം ആവശ്യമാണ്. ചിന്തയുടെ ശക്തി വളരെ വലുതാണ്, എന്നാൽ അത് സംഭവ്യമാകുന്നത് ആക്ഷനിലൂടെയാണ്. ലോകത്ത് സംഭവിച്ചിട്ടുള്ള ഏതൊരു വസ്തു എടുത്തു നോക്കിയാലും അതിൻ്റെ പിന്നിലൊക്കെ ഒരു ചിന്തയാണ് ആദ്യമുണ്ടായത്. ഉദാഹരണം, ബുർജ് ഖലീഫ എന്നുള്ളത് ആദ്യം ഒരാളുടെ ചിന്തയിലാണ് ഉണ്ടായത്, പിന്നീടാണ് അത് പ്രാവർത്തികമാക്കപ്പെട്ടത്. അതുകൊണ്ട് നാം ഏതൊരു കാര്യത്തെയാണോ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി ശക്തമായി പരിശ്രമിക്കുക. വലൈസലിൽ ഇൻസാനി ഇല്ലാ മാ സഅ. മനുഷ്യന് അവൻ പരിശ്രമിച്ചതാണ് കിട്ടുന്നത്. വിശുദ്ധ ഖുർആൻ. ദ ഫോർത്ത് പ്രിൻസിപ്പിൾ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ, ഡോണ്ട് ബി ഡിസപ്പോയിന്റഡ്. ഒരിക്കലും നിരാശരാകാൻ പാടില്ല. നിങ്ങൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജേണിയിൽ, യാത്രയിൽ നിങ്ങൾ ഒരിക്കലും നിരാശരായി ഇരുന്നു പോകാൻ പാടില്ല. മറിച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റോടുകൂടി നിങ്ങൾ കാര്യങ്ങളെ വിലയിരുത്തുകയും മുന്നോട്ട് ഗമിക്കുകയും ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ ആൻഡ് വൈബ്രേഷൻ പറയുന്നു, മനുഷ്യൻ നിരാശനാകാനും നെഗറ്റീവ് ചിന്തിക്കാനും തുടങ്ങുമ്പോൾ അവരുടെ തോട്ട് വൈബ്രേഷൻ വളരെ ബലഹീനമായി ലോ ലെവലിലേക്ക് വരുന്നു. ദെൻ അയാളുടെ ചിന്തകളുടെ ഫ്രീക്വൻസിക്ക് അനുസരിച്ചുള്ള നേട്ടങ്ങൾ മാത്രമേ അയാൾക്ക് ലഭ്യമാവുകയുള്ളൂ. ഇതിനെപ്പറ്റി വിശുദ്ധ ഖുർആൻ നേരത്തെ തന്നെ വളരെ വ്യക്തമായി പ്രതിപാദിച്ച കാര്യമാണ്. സൂറത്തു ആൽ ഇംറാനിൽ അള്ളാഹു പറയുന്നു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുന്തും മുഅ്മിനീൻ. നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. ഖുർആനിൽ മറ്റൊരിടത്ത് കാണാം, ലാ തഖനതു മിർ റഹ്മത്തില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ടും നിങ്ങൾ നിരാശരാകരുതേ. അതുകൊണ്ട് ശരിയായ പോസിറ്റീവ് ചിന്താഗതിയോടുകൂടി നമ്മുടെ യാത്രയിൽ വരുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിൻ്റെ പോസിറ്റീവ് സൈഡിലൂടെ കാണാൻ ശ്രമിക്കുകയും മുന്നോട്ട് തന്നെ ഗമനം തുടരുകയും ചെയ്യുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത വീഡിയോയിൽ പുതിയൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ദുആയിൽ ഓർക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ദിസ് ഈസ് യുവർ ചാനൽ റംലെ മദീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.